ഏതാ? അതെ അതെ ക്യാരക്ടർ ദേവനന്ദ പഠിക്കുന്ന സ്കൂളിലെ മാഷ്, അതിനപ്പുറത്തേക്ക് അല്ലേ? ദേവനന്ദ ആ സ്കൂളിൽ പഠിച്ചതുകൊണ്ട് ഞാൻ മാഷായിട്ട് അവിടെ വരാൻ സാധിച്ചിരിക്കും അല്ലേ? അങ്ങനെ വേണം പറയാൻ. അല്ല, ഇതില് സ്കൂളൊന്നും അല്ല പ്രധാന ഏരിയ. ഇത് ഇവരുടെ ഫാമിലിക്കകത്ത് നടക്കുന്ന കുറെ സംഭവങ്ങളും അതിനിടയിൽ വരുന്ന ഒരു ഏരിയയിലാണ് ഞാൻ വരുന്നത്. പ്രധാനമായിട്ടും ഈ കഥ നടക്കുന്നത് ഇവരുടെ കുടുംബത്തിനകത്ത് നടക്കുന്ന ഒരു സംഭവം, അതിനിടയിലാണ് മാഷിന്റെ ഒരു ഏരിയ വരുന്നത്. അതിലാണ് മാഷ് സ്കൂള് മെയിൻ ഏരിയ അല്ല അല്ലേ? അതിൽ ചില ഇടപെടലുകൾ നമ്മൾ എവിടെയും പോയി ഇടപെടുമല്ലോ കണ്ടാൽ. അതെ 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 അതെ, അങ്ങനെ ഇടപെടലുകൾ നടത്തുന്നുണ്ട്. പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല, പക്ഷെ മാഷിന്റെ സഹായത്തോടു കൂടി എന്തെങ്കിലും നടക്കുന്നുണ്ടല്ലേ? ചെറുതായിട്ട് മാറ്റങ്ങൾ ചോദിക്കുന്നുണ്ട്, ചില മാറ്റങ്ങൾ സംഭവിക്കുന്നുണ്ട്. ഒഴിച്ചു കഴിഞ്ഞാൽ മാഷിന് അങ്ങനെ ഇൻഫ്ലുവൻസ് ചെയ്യേണ്ട വന്നിട്ടില്ല അല്ലെ? കാരണം ഈ ക്യാരക്ടർ ഉറച്ച തീരുമാനമുള്ള ഒരാളായിരുന്നു. അങ്ങനെ അവസാനം പുള്ളിക്കാരിയുടെ ആഗ്രഹം അല്ലെ സാധിക്കുകയാണ്. അയ്യോ, ഞാൻ കഥ ഒക്കെ പറയുന്നുണ്ടോ? അത്രേ ഉള്ളൂ. ഒരു അധ്യാപകൻ എങ്ങനെയായിരിക്കണം എന്നുള്ളൊരു അഡ്വൈസ് ഉണ്ടോ? ഒരു അധ്യാപകൻ എങ്ങനെയായിരിക്കണം എന്ന് ഞാൻ അഡ്വൈസ് ചെയ്യാൻ, ഇതിനൊക്കെ എന്താ പറയാ. ഞാൻ ഈ അടുത്ത കാലത്തൊക്കെ ചില കോളേജിലൊക്കെ പോകുമ്പോൾ, എഞ്ചിനീയറിംഗ് കോളേജ്, IIT-യിലൊക്കെ ഞാൻ പോയ സമയത്തൊക്കെ, മദ്രാസിലൊക്കെ പോയ സമയത്തൊക്കെ അവരെയൊക്കെ ഞാൻ ഉപദേശിക്കേണ്ട അവസ്ഥ ആലോചിച്ചു. അവരത് കേൾക്കേണ്ട ഒരു അവസ്ഥ ആലോചിച്ചു. ഞാൻ +2 എന്റെ മോട്ടിവേഷനൊക്കെ കേട്ടിട്ട് അവരൊക്കെ അതൊരു ഗതികെട്ട അവസ്ഥയല്ലേ. ഇത് കേൾക്കുന്ന ഒരു മാഷിന്റെ ഒരു അവസ്ഥ ആലോചിച്ചു. ഇത് ഏതെങ്കിലും ഒരു മാഷ് ഇത് കാണുന്നുണ്ടെങ്കിൽ ഞാൻ എന്റെ ഉപദേശം ഇരുന്നിട്ട് ഇതുപോലെ ഒന്ന് എറിഞ്ഞു പൊട്ടിക്കാൻ തോന്നില്ലേ? പോണവന് എറിപ്പിക്കണ്ട, ഒന്നും പറയണില്ല. ഒരിക്കലും അങ്ങനെയല്ല. ശരിക്കും എക്സ്പീരിയൻസ് ആണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരും എടുക്കുന്നത്. അതെ 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 അതെ. പക്ഷെ അവരങ്ങനെ എടുക്കണമെന്നില്ലടോ ആ സെൻസില് കേൾക്കുന്നവര്. അല്ല, ഉപദേശം ഇപ്പം അവര് വലിയൊരു ഇതല്ലേ. എന്നെ സംബന്ധിച്ചിടത്തോളം എന്റെ ടീച്ചർമാരാണ് എന്റെ ഒരു നമ്മളെ ഒരുപാട് കഴിവില്ലാത്ത സമയത്തും നിന്നെ കൊണ്ട് സാധിക്കും സാധിക്കും എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മളെ തള്ളിവിട്ടത് കുറെ ടീച്ചർമാരാ. മറ്റേ എന്നെ ആദ്യമായിട്ട് സ്കൂൾ നാടകത്തിൽ അഭിനയിപ്പിക്കുന്ന എൻ്റെ ഒരു ടീച്ചറാണ്. അപ്പൊ എനിക്ക് അഭിനയം, ഈ ജീവിതത്തില് ഓക്കെ അഭിനയിച്ചോണ്ടിരിക്കുകയാണ് എല്ലാ ദിവസവും. പക്ഷെ നാടകത്തില് അഭിനയിച്ച അത് ഞാൻ എവിടെയൊക്കെയോ ഞാൻ ഈ കഥയും പറഞ്ഞിട്ടുണ്ട്. എല്ലാ വർഷവും നാടകത്തിന് എൻ്റെ സ്കൂളിന് ഫസ്റ്റ് പ്രൈസ് കിട്ടിയിരുന്നതാണ്. ആ വർഷം മാത്രം കിട്ടിയില്ല, ഞാൻ അഭിനയിച്ച വർഷം. അപ്പൊ സംഭവം എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഇംഗ്ലീഷ് നാടകം, ഇംഗ്ലീഷ് മ്യൂസിക്കൽ ഡ്രാമ. അങ്ങനെ ഈ ടീച്ചർ എന്നെ നിർബന്ധിക്കുന്നു. ടീച്ചർ പറയുന്നു നിന്നെ കൊണ്ട് സാധിക്കും, നീ ഒന്നുമില്ലെങ്കിലും ശ്രീനിവാസൻ എന്ന് പറഞ്ഞൊരു മഹാനായ കലാകാരന്റെ, ചെന്നൈയിലാണ് പുള്ളിക്കാരി, മലയാളിയാണ്, എന്തെങ്കിലും കഴിവ് നിന്നിൽ ഉണ്ടാവുമല്ലോ. ഞാൻ പറഞ്ഞു ടീച്ചറെ അങ്ങനെ ഒന്നും നിർബന്ധമില്ല, ഒരു കഴിവില്ലാത്ത എത്ര മക്കളുണ്ട്, ഉദാഹരണം വരെ ഞാൻ പറഞ്ഞു കൊടുത്തു. അങ്ങനെ ഒരു കാര്യമില്ല, എനിക്ക് അങ്ങനെ ഒരു കഴിവില്ല, നിന്നെ നിർബന്ധിക്കരുതില്ല, എന്നിൽ അങ്ങനെ ഒരു കഴിവുണ്ടെന്നൊക്കെ പറഞ്ഞ്. ഞാൻ അന്ന് 9ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ സൂപ്പർ സീനിയർ ആയിരുന്ന ഒരു പെൺകുട്ടിയുണ്ട് എൻ്റെ നാടകത്തിൽ, സ്കൂൾ ലീഡറും കൂടി ആ പെൺകുട്ടി. പിന്നെ അവളെ എല്ലാ ദിവസവും കാണാലോ എന്നൊക്കെയുള്ള രീതിയിലാണ് ഞാൻ ഈ നാടകത്തിൽ അഭിനയിക്കാനൊക്കെ പോകുന്നത്. അങ്ങനെ റിഹേഴ്സൽ നടക്കുന്നു. അപ്പോൾ നമ്മൾ റിഹേഴ്സ് ചെയ്തിരുന്ന ഒരു സ്റ്റേജ് ഉണ്ട്. ആ സ്റ്റേജ് ഇപ്പോൾ വലിയ സ്റ്റേജിലായിരുന്നു ഞങ്ങൾ റിഹേഴ്സ് ചെയ്തിരുന്നത്. വലിയ സ്റ്റേജിൽ, ഞങ്ങളുടെ സ്കൂളിന്റെ സ്റ്റേജിലാണ് റിഹേഴ്സ് ചെയ്തത്. അപ്പോൾ ഞാൻ അതിൽ 90 വയസ്സായിട്ടുള്ള അപ്പൂപ്പനായിട്ട് ഞാൻ അഭിനയിക്കുന്നത് എൻ്റെ കഥാപാത്രം. അപ്പൊ ഈ അപ്പൂപ്പൻ ലാസ്റ്റ് താഴെ ഇങ്ങനെ മരിച്ചു കിടക്കുന്ന സമയത്ത് ഏറ്റവും എൻഡിൽ ഈ അപ്പൂപ്പൻ മരിക്കും, ഞാൻ മരിക്കും. മരിച്ചു കഴിഞ്ഞതിന് ശേഷം എൻ്റെ ചുറ്റും ഇരുന്നിട്ട് ഇവര് ഡാൻസ് കളിക്കും. എന്നുവെച്ചാൽ എന്നെ അവിടെ സൈഡിൽ കിടത്തിയിട്ട്, പിന്നെ മ്യൂസിക്കൽ ഡ്രാമയാണ്, അതിന്റെ ചുറ്റും പാട്ടും വന്ന് എൻഡിൽ ഒരു സാഡ് സോങ് വന്നിട്ട് ഡാൻസ് കളിച്ചിട്ട് അവസാനിക്കും. അപ്പൊ ഈ മറ്റേ ഞങ്ങൾ റിഹേഴ്സ് ചെയ്ത സ്റ്റേജില്, വലിയ സ്റ്റേജ് ആയതുകൊണ്ട് എനിക്ക് അവിടെ സൈഡിൽ കിടക്കാൻ സ്ഥലം ഉണ്ടായിരുന്നു. ഞങ്ങൾ മത്സരത്തിന് പോയപ്പോ കുഞ്ഞു സ്റ്റേജായപ്പോ, എന്നുവെച്ചാൽ വേറെ സ്കൂളിന്റെ സ്റ്റേജിൽ പോയപ്പോ ഈ സ്റ്റേജ് ചെറുതായപ്പോ ഞാൻ ഇവിടെ കിടക്കുന്ന സ്ഥലത്ത് കുറെ ഡാൻസേഴ്സ് ഉണ്ടല്ലോ, കിടക്കുന്ന സ്ഥലത്ത് വന്നപ്പോ ഞാൻ ഈ കിടക്കുന്ന സ്ഥലത്ത് ഈ ഡാൻസേഴ്സ് എന്നെ ഇങ്ങനെ തട്ടുന്നു, ഇതാവുന്നു. ഞാൻ അവസാനം ഒരു രക്ഷയില്ല എനിക്ക്. കാരണം ഒരു പെണ്ണൊക്കെ വന്നിട്ട് നേരത്തൊക്കെ ചവിട്ടിയിട്ടൊക്കെ പോകുന്നു. കാരണം അവർക്ക് സ്ഥലം വേണമല്ലോ, ഞാനിവിടെ കിടക്കില്ലേ.
കുറെ ചവിട്ട് കിട്ടിയപ്പോ ഞാൻ എഴുന്നേറ്റ് ഈ കൂട്ടത്തിൽ ഡാൻസ് കളിച്ചു. കാരണം എനിക്ക് ഇവർ ഡാൻസ് റിഹേഴ്സ് ചെയ്ത് എനിക്ക് അറിയാം, വേറെ വഴിയില്ല. ഇതിന് ഞാൻ സൈഡിലൂടെ ഡാൻസ് കളിച്ചിട്ട് ഞാൻ ആ വഴി ഇറങ്ങിപ്പോയി. കാരണം ഇറങ്ങി പോണല്ലോ, എത്ര നേരം ഡാൻസ് കളിക്കും. അങ്ങനെ ഇറങ്ങിപ്പോയി. ടീച്ചർ എന്നെ നോക്കിയിട്ട് എല്ലാരും എന്നോട്. ഞാൻ പറഞ്ഞു ടീച്ചർ ഇവിടെ സ്ഥലമില്ല, എനിക്ക് ഒട്ടും കൊണ്ട് ഞാൻ ഇവിടെ നിൽക്കണോ, യു ഇഡിയറ്റ് എന്നെ ശ്രീനിവാസിന്റെ മോനൊക്കെ പറഞ്ഞ്. അപ്പൊ എനിക്ക് അന്ന് മനസ്സിലായ ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, സ്റ്റേജ് നമ്മൾ റിഹേഴ്സ് ചെയ്യുമ്പോൾ ഇത് ഭയങ്കര പ്രശ്നമുള്ള കാര്യമാണ്. നമ്മളെ സ്കൂളിലൊക്കെ നമ്മൾ റിഹേഴ്സ് ചെയ്യുമ്പോൾ വലിയ സ്റ്റേജിൽ നമ്മൾ ചെയ്യും, പോകുന്ന സ്ഥലത്ത് ഈ സ്ഥലം ഉണ്ടാവില്ല. അപ്പൊ ഇതുപോലത്തെ ടീച്ചർമാര് കേട്ടിട്ട് നമ്മൾ ഇങ്ങനത്തെ പരിപാടികളൊന്നും പോകരുത്. ഇതുവരെ ഓർമ്മ പുതുക്കിയതേ ഉള്ളൂ.